വലിയ പുരാതനമായ പാരമ്പര്യമുള്ളൊരു ക്രിസ്ത്യൻ കുടുംബമാണ്. പെണ്ണുങ്ങൾ കൂലിപ്പണിക്ക് പോകാൻ പാടില്ല. അതൊക്കെ അഭിമാനക്ഷതമുണ്ടാക്കും ആ തറവാട്ടുകാർക്ക്. അങ്ങനെ അതിനും പറ്റുന്നില്ല. അതിനൊന്നും പോകരുത് എന്ന് പള്ളിയിൽ നിന്ന് വിലക്കുന്നു, സഹോദരങ്ങൾ വിലക്കുന്നു. അങ്ങനെ ഇവർക്ക് ജീവിക്കാനാണെങ്കിൽ ഒരു മാർഗവുമില്ല. കടം വീട്ടണം, ഈ 4 കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകണം. ഒരു മാർഗവുമില്ല, ആരും സഹായിക്കുന്നുമില്ല. ഒടുവിൽ ഒരു മഴയുള്ള ഒരു രാത്രിയിൽ ഈ കുഞ്ഞുങ്ങളുടെ കൈ പിടിച്ച് ഈ അമ്മ വീട്ടിൽ നിന്നും ഇറങ്ങി നടക്കുകയാണ്. കിലോമീറ്ററുകളോളം അവർ ദൂരെ നടന്നു പോകുന്നതിനിടയിൽ മൂത്ത മകളോട് അമ്മ പറയുന്നു, നമ്മൾ കല്ലാർകുട്ടി ഡാമിലേക്കാണ് പോകുന്നത്. അവിടെ പോയാൽ അമ്മ ആദ്യം പുഴയിലേക്ക് എടുത്ത് ചാടും. പിന്നാലെ നിങ്ങൾ ഓരോരുത്തരും എനിക്ക് പിന്നാലെ പുഴയിലേക്ക് ചാടണം. അതോടുകൂടി നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും മക്കളെ എന്ന് അമ്മ പറയുന്നു. മഴയിങ്ങനെ കോരിച്ചൊരിയുകയാണ്. കുഞ്ഞുങ്ങൾ കരയുന്നുണ്ട്. അവരന്ന് രാത്രിയും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. വീട്ടിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കാൻ മാർഗമില്ല, പണമില്ല. കുറേ ദൂരം കൂടി മുന്നോട്ട് പോയപ്പോൾ മൂത്ത മോള് അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു, അമ്മേ, ഞങ്ങൾക്ക് അമ്മ ആദ്യം ചാടിയാൽ അത് കണ്ടിട്ട് പേടിച്ചിട്ട് ഞങ്ങൾക്ക് പിന്നാലെ ചിലപ്പോൾ ചാടാൻ തോന്നിയെന്ന് വരില്ല. പുഴയല്ലേ, നിറഞ്ഞു കിടക്കുകയല്ലേ, ഡാമല്ലേ, അപ്പം ഞങ്ങൾക്കത് കണ്ടാൽ പിന്നാലെ ചാടാൻ തോന്നിയെന്ന് വരില്ല. അങ്ങനെ ഞങ്ങൾ ചാടിയില്ലെങ്കിൽ അമ്മ മരിച്ചു പോവുകയും ഞങ്ങളിവിടെ ഒറ്റയ്ക്കാവുകയും ചെയ്യില്ലേ. അതുകൊണ്ട് അമ്മ ഞങ്ങളെ ഓരോരുത്തരെയും ആദ്യം പുഴയിലേക്ക് എറിയും, എന്നിട്ട് അമ്മ അവസാനം ചാടി മരിക്കൂ എന്ന് മോള് പറയാണ്. അപ്പം അമ്മ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ പറയാണ്, ഒരമ്മയ്ക്കും അങ്ങനെ മക്കളെ പുഴയിലേക്ക് എറിഞ്ഞ് കൊല്ലാൻ പറ്റില്ല മോളെ. അതുകൊണ്ട് അമ്മയ്ക്കത് സാധിക്കില്ല. അമ്മ അത് ആദ്യം ചെയ്യാം, നിങ്ങൾ പിന്നാലെ അമ്മ പറയുന്നത് അനുസരിക്കൂ എന്ന് പറയുന്നു. അവർ വീണ്ടും കല്ലാർകുട്ടി ഡാമിലേക്ക് പോകുമ്പോൾ വീണ്ടും ഈ മൂത്ത മോള് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയാണ്, നമ്മുടെ നാട്ടിൽ ഭിക്ഷയെടുത്ത് ജീവിച്ചാലല്ലേ നാണക്കേടുള്ളൂ. നമുക്ക് ഈ പുഴ കടന്ന് അപ്പുറത്ത് വേറൊരു നാട്ടിൽ പോയിട്ട് ഭിക്ഷയെടുത്ത് ജീവിച്ചാലോ അമ്മേ, അപ്പോൾ വിശപ്പ് മാറുമല്ലോ, മരിക്കണ്ടല്ലോ, ജീവനോടെ ഇരിക്കാലോ എന്ന് ഈ മോള് പറഞ്ഞപ്പോൾ അമ്മ എല്ലാ മക്കളെയും മാറോട് അടുക്കി പിടിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അവർ വീട്ടിലേക്ക് തിരിച്ചു നടന്നു. മരിക്കാതെ അവർ വീട്ടിലേക്ക് എത്തുന്നു. പിറ്റേ ദിവസം നാണക്കേട് എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതി ആ അമ്മ പണിക്ക് പോകുന്നു, പണിയെടുക്കാൻ പോകുന്നു. 2 കുട്ടികളെ അവർ അപ്പോഴും ഈ 4 കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനില്ല, അതിനുള്ള മാർഗമില്ല. അവർ 2 കുട്ടികളെ തൃശ്ശൂർ ഇടുക്കിയിൽ നിന്നും അവർ ബസ് കയറി തൃശ്ശൂർ വന്ന് മണ്ണുത്തിക്കടുത്ത് കാളത്തോടുള്ള ഒരു അനാഥാലയത്തിൽ കൊണ്ടുപോയി ചേർക്കുന്നു. ഭക്ഷണം അവിടുന്ന് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് ആ കുഞ്ഞുങ്ങൾ അവിടെ വളരുന്നു. അതിൽ ഒരാളാണ്, അനാഥാലയത്തിൽ വളർന്ന കുഞ്ഞുങ്ങളിൽ ഒരാളാണ് ഈ ബാബു അബ്രഹാം.